ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വിത്ത് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബോക്സ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ പേര് ദ അഫോർഡബിൾ ഓർഗാനിക് സ്റ്റോർ എന്നാണ്. ഞാൻ മുന്നേ ഈ സ്റ്റോറിൽ നിന്ന് കുറച്ച് സീഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോറിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ് ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ബില്ലും അതുപോലെ തന്നെ ഒരു താങ്ക് യു നോട്ടും കാര്യങ്ങളൊക്കെ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിൽ നിന്ന് നമ്മൾ 150 റുപ്പീസിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറിയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓർഡേഴ്സിനും അവർ ഒരു ഫ്രീ പ്രൊഡക്ട്സും തരാറുണ്ട്. അപ്പം ഞാൻ ടോട്ടലി 160 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫ്രീ പ്രൊഡക്റ്റും കിട്ടിയായിരുന്നു, പിന്നെ ഫ്രീ ഡെലിവറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രൊഡക്ട്സാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു, പിന്നെ DAP ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറി ടൊമാറ്റോൻ്റെ സീഡും, പിന്നെ നീം ഓയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നവംബർ 11-നാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നവംബർ 16 ആയപ്പോഴത്തേക്കും ഓർഡർ അവർ ഡെലിവറി ചെയ്തായിരുന്നു. അപ്പോൾ അവരിത് അയക്കുന്നത് ഹൈദരാബാദിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവർ അയക്കുന്നത്. അപ്പോൾ ഒരു 5 ഡേയ്സ് എടുത്തായിരുന്നു. അപ്പോൾ ലൈവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരു 5 ഡേയ്സ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ പ്രൊഡക്റ്റ് കണ്ടപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായി തന്നെ പ്ലാന്റ് ഉണ്ടായിരുന്നു. പിന്നെ വേരുകളൊക്കെ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അപ്പം തന്നെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വരുന്ന വീഡിയോയിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, പ്ലാന്റ് നന്നായിട്ട് തന്നെ ഉണ്ട് പ്ലാന്റ്. പിന്നെ അവരുടെ പാക്കിങ് പറയുകയാണെങ്കിൽ അവർ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പാക്കിങ് തന്നെ ആയിരുന്നു. അടുത്ത പ്രൊഡക്റ്റ് നീം ഓയിലാണ്. അപ്പോൾ ഇതൊരു 30 ml പ്രൊഡക്റ്റാണ് വരുന്നത് ഈ ഒരു ബോട്ടിലിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 39 റുപ്പീസായിരുന്നു. ടാക്സ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് 39 റുപ്പീസ് വരുന്നത്. അപ്പോൾ 39 റുപ്പീസിന് 30 ml പ്രൊഡക്ട്സ് ആണ് വരുന്നത്. അത് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു. പിന്നെ ഞാനതൊരു 150 റുപ്പീസിന് ഫ്രീ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്ട്സൊക്കെ ആഡ് ചെയ്യുന്നത് കാർട്ടിലേക്ക്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പിന്നീട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചത്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് വരുന്നത് DAP ആണ്. DAPയും ഞാൻ അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയാണ് വാങ്ങിച്ചത്. ഇതൊരു 5 ഗ്രാമാണ് ഇതിൽ വരുന്നത്. ഈ 5 ഗ്രാമിന് 9 റുപ്പീസാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ പിന്നീട് ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങുന്നത്. അടുത്തത് ഇതാണ് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറായിരുന്നു. അപ്പോൾ അതും ഒരു 5 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ് ചെറി ടൊമാറ്റോൻ്റെ സീഡാണ്. ഇതിൽ 25 സീഡ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 35 റുപ്പീസായിരുന്നു. ഞാൻ വീഡിയോയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രൈസ് പറയാനായിട്ട് വിട്ടുപോയായിരുന്നു. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രൈസ് വരുന്നത് 79 റുപ്പീസായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.